നമസ്തേ. ദൈവത്തിനെ അന്വേഷിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭൂതകാലം, ദൈവത്തിന്റെ പരിണാമം, ദൈവത്തിന്റെ ചരിത്രം അന്വേഷിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രാചീനമായിട്ടുള്ള കാലങ്ങളിലേക്ക് എത്തും. അവിടെ നിന്ന് നമ്മൾ പിന്നെയും പുറകോട്ട് പോകേണ്ടതായിട്ട് വരും. മനുഷ്യന്റെ ഒറിജിന്റെ കാലത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പൊ മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ള വിശ്വാസങ്ങളുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നതാണെന്നുള്ള വിശ്വാസമുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏതോ ജീവികൾ പുറത്തു നിന്നുള്ള ഏലിയൻസുമായിട്ട് ക്രോസ് ബ്രീഡ് ആയിട്ട് വന്നതാണെന്നുള്ള തിയറികൾ പോലും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തു തന്നെയാണെങ്കിലും മനുഷ്യന്റെ സിവിലൈസേഷൻസിന്റെ ചരിത്രത്തിലൂടെ പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആധുനികമായിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷന് പുറകിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് സിവിലൈസേഷൻസ്, സംസ്കാരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പല സ്ഥലത്തും ബയാസ്ഡ് ആയിട്ടുള്ള രീതികളിലാണ് ഈ ചരിത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വിവിധ വീക്ഷണങ്ങളിൽ നിന്നും ആംഗിളുകളിൽ നിന്നുമുള്ള കാര്യങ്ങൾ വളരെ വൈഡായിട്ട് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം അല്ലെങ്കിൽ ഇൻസൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തിനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് നമ്മൾ പുരാതനമായിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള വനങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ആ വനങ്ങളിൽ എവല്യൂഷൻ പ്രാപിച്ചിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിലേക്ക്, ഹോമോസാപ്പിയൻസിന്റെ ആ ഒരു ആരംഭ ദശകത്തിലേക്ക്, അല്ലെങ്കിൽ മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയതായിട്ടുള്ള ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ മനുഷ്യൻ വനങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ മൃഗങ്ങളെ പോലെ ആയിരിക്കാം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യന്റെ യുക്തിപരമായിട്ട് സയന്റിഫിക് ആയിട്ട് അന്വേഷിക്കുന്ന സമയത്ത് മനുഷ്യന്റെ പൂർവ്വകാലത്തിലേക്ക് അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള വനങ്ങളിൽ നിന്നാണ് നമ്മുടെ പൂർവികന്മാർ ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ പോവുകയാണെങ്കിൽ അതിന് ജലവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. റിലീജിയസ് ടെസ്റ്റുകളിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ജലത്തിനെ കുറിച്ച് പറയുന്നതൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിബിഡമായിട്ടുള്ള ഇത്തരത്തിലുള്ള വനങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന കാലത്ത് ചിലപ്പോൾ മറ്റ് ജീവികൾ ആക്രമിക്കാൻ വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് കാണുന്നതിനേക്കാളും ശക്തനായിരിക്കാം ചിലപ്പോൾ അന്ന് മനുഷ്യൻ. പിന്നീട് പരിണാമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ രൂപത്തിലേക്ക് വന്നതായിരിക്കാം. അല്ലെങ്കിൽ മനുഷ്യന് ആയുധങ്ങൾ കൊണ്ട് രക്ഷപ്പെടുന്നതായിട്ടുള്ള കാലങ്ങൾ പിന്നീട് വരുന്നതായിട്ടുള്ള അവസ്ഥയുണ്ട്. മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ജീവികളിലൊക്കെ മേൽക്കോയ്മയിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ മനുഷ്യൻ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ വനത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഫലങ്ങള്, വൃക്ഷങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഫലങ്ങളും അല്ലെങ്കിൽ പച്ചിലകളും ജലവും ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ മുന്നോട്ട് പോയൊരു കാലം ഉണ്ടായിരിക്കാം. പിന്നീട് കാട്ടുതീയിലും മറ്റും പെട്ടുകിടക്കുന്നതായിട്ടുള്ള ജീവികളുടെയൊക്കെ ചുട്ടതുപോലെ വന്നിട്ടുള്ളതായിട്ടുള്ള മാംസമൊക്കെ ഭക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും മനുഷ്യന്റെ ചരിത്രം അങ്ങനെ വളരെ നിഗൂഢമാണ്. പല രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കും, അല്ലെങ്കിൽ പല രീതിയിൽ പല ഭൂപ്രകൃതികളിലേക്ക്, പല പ്രദേശങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ നടന്ന കാലത്താണെങ്കിലും മനുഷ്യൻ ആദ്യമായിട്ട് അവനേക്കാൾ ശക്തമായിട്ടുള്ള എന്തിനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക? നമ്മൾ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മനുഷ്യൻ ഒരു ദുരന്തത്തിന് ഏറ്റുവാങ്ങിയിട്ടില്ലാത്തൊരവസ്ഥയായിരുന്നെന്നുണ്ടെങ്കിൽ മനുഷ്യൻ കണ്ടിട്ടുണ്ടാകുന്നത് അവന് ഫലം കൊടുക്കുന്നതായിട്ടുള്ള വൃക്ഷങ്ങളെ തന്നെയാണ്. അവന് സുരക്ഷ കൊടുക്കുന്നതായിട്ടുള്ള ഗുഹകളും പാറക്കെട്ടുകളുമാണ്. അവന് ജലം കൊടുക്കുന്നതായിട്ടുള്ള പുഴകളും നദികളുമാണ്. മഴ പെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ പ്രളയങ്ങൾ ഉണ്ടായ സമയങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ചില പ്രദേശങ്ങളിലെ മനുഷ്യർ വലിയ പ്രശ്നമൊന്നുമില്ലാതെ സുരക്ഷിതമായിട്ട് ജീവിത കാലഘട്ടം കഴിഞ്ഞുപോയ മനുഷ്യരുണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ആദ്യത്തെ ഇവന്റെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ മരങ്ങളും കല്ലുകളും നദികളും ഈവൻ ഭൂമിയിലെ മണ്ണ് പോലും അതിലൊക്കെ ഒരു ദൈവാത്മാവിനെ സങ്കല്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ദൈവമാണ് എന്നുള്ള രീതിയിൽ മനുഷ്യൻ പതിയെ അവനേക്കാളും ഹയർ പവർ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു സമയത്ത് ഇതിനെയൊക്കെ ദൈവമായിട്ട് കാണാനായിട്ട് തുടങ്ങി എന്നുള്ളത് നമുക്ക് യുക്തി കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാകും. അതിന് വലിയ ചരിത്രമൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനുശേഷം മനുഷ്യന് എങ്ങനെയാണ് ഒരു ഓർഗനൈസ്ഡ് റിലീജിയൻസിലേക്ക് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിന് ശേഷവും പിന്നീട് ഒരുപാട് യാത്രകളുണ്ട്. കാരണം പ്രകൃതി ശക്തികൾ അല്ലെങ്കിൽ പ്രകൃതിയിൽ കണ്ട സംഗതികളെ ദൈവമായിട്ട് ആരാധിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് പ്രകൃതിയുടെ ശക്തികളെ കാണുകയാണ്. ജലത്തിന്റെ ശക്തി, അല്ലെങ്കിൽ കാറ്റിന്റെ ശക്തി, ഇടിവെട്ട് അല്ലെങ്കിൽ മിന്നലൊക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ശക്തി, അങ്ങനെ പല വിധത്തിലുള്ള പ്രകൃതി ശക്തികളെ കാണുന്ന സമയത്ത് ഈ ശക്തികളെ പിന്നീട് ദൈവത്തിന്റെ ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ തന്നെക്കാളും
ഹയർ പവർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ കാണാനായിട്ട് മനുഷ്യൻ തുടങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ കാടുകളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഗുഹകളിലും മറ്റും ജീവിച്ച, അല്ലെങ്കിൽ മരങ്ങളിലും മറ്റും ജീവിച്ച കാലഘട്ടത്തില് മനുഷ്യൻ ദൈവത്തിന് ഇത്തരത്തിലുള്ള പ്രകൃതിയിലുള്ള ശക്തികളെ ആയിരുന്നു കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ, പിന്നീട് മനുഷ്യൻ കൃഷിയിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യന് ദൈവത്തിനെ കുറച്ചും കൂടി ആവശ്യമായിട്ട് വരികയാണ്. കാരണം ആദ്യ സമയത്ത് ഭക്ഷണത്തിനും സർവൈവലിനും മാത്രമായിരുന്നു ദൈവത്തിന്റെ ശക്തി ആവശ്യമായിട്ടുണ്ടായിരുന്നത്. പിന്നീട് മനുഷ്യൻ ഡെവലപ്പ് ആയതിനനുസരിച്ച് കൃഷിയിലേക്ക് മാറിയ സമയത്ത് മനുഷ്യന് ഈ കൃഷിയെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ശക്തികൾ, അല്ലെങ്കിൽ കൃഷിക്ക് ഒപ്പോസ് നിൽക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന എപ്പോഴാണ്? ചിലപ്പോൾ വരൾച്ച ഉണ്ടാകും, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പ്രളയങ്ങൾ ഉണ്ടാകും, മഴയുണ്ടാകും. അങ്ങനെ പല അവസ്ഥകൾ വരുന്ന സമയത്ത് കൃഷിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യൻ ദൈവത്തിനെ വിളിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിന്റെ സങ്കല്പം കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാറുകയാണ്. സന്ധ്യയെ അല്ലെങ്കിൽ ഉദയങ്ങളെയൊക്കെ മനുഷ്യൻ ദൈവമായിട്ട് ആരാധിക്കാനായിട്ട് തുടങ്ങി. സൂര്യൻ എന്ന് പറയുന്നതിന്റെ ശക്തി അതാണ് പല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. ചന്ദ്രന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ വായു പോലുള്ള ദേവന്മാര്, അല്ലെങ്കിൽ ജലത്തിന്റെ സ്രോതസ്സുകള്, അതുപോലെ തന്നെ ഗർഭാവസ്ഥകൾ അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥകൾ, ജനനം എന്ന് പറയുന്നത് ആ ഒരു കാലത്ത് തന്നെ മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയതായിട്ടുള്ള ഒരു സംഗതി തന്നെയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ ദൈവികമായിട്ടുള്ള ഒരു പരിവേഷണത്തിലൂടെ അങ്ങനെ കാണുവാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യൻ കാണുന്ന ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് പ്രാചീനമായിട്ടുള്ള സിവിലൈസേഷൻസ് ഫോം ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇതൊക്കെ പതിയെ പതിയെ രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പതിയെ അടുത്ത ഒരു സിവിലൈസേഷനിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടായതായിട്ടുള്ള ഒരു സംസ്കാരം ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മെസപ്പൊട്ടോമിയയിലെ സുമേറിയൻ സംസ്കാരമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് ഏതാണ് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സുമേറിയൻ സംസ്കാരമാണ് നമുക്ക് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യൻ കൂടുതൽ കൃഷിയിൽ അഡ്വാൻസ്ഡ് ആയി, മനുഷ്യൻ കൂട്ടമായിട്ട് ചില പ്രദേശങ്ങളിൽ ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ആദ്യമായിട്ട് ദൈവത്തിനെ പേരിട്ട് വിളിക്കുകയാണ്. അപ്പൊ ആ ദൈവമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന് മുമ്പുള്ള ദൈവം, ക്രിസ്ത്യാനിറ്റിക്ക് മുൻപുള്ള ദൈവം. അപ്പൊ നിങ്ങൾ വിചാരിക്കും വേദങ്ങൾക്ക് മുൻപുള്ള ദൈവമാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും വേദ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ബ്രഹ്മാവിന് മുൻപുള്ള ദൈവം, ഒന്നും കൂടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനും യഹോവയ്ക്കും അതുപോലെ തന്നെ ബ്രഹ്മാവിനും ഒക്കെ മുൻപുള്ളതായിട്ടുള്ള ഒരു ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഈ പറയുന്ന സുമേറിയൻ സംസ്കാരത്തിൽ തന്നെയാണ്. അപ്പൊ പ്രാചീന സംസ്കാരത്തില്, സുമേറിയൻ സംസ്കാരത്തിന് ശേഷം പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. അതുപോലെ തന്നെ അതിന് കണ്ടംപററി ആയിട്ട് തന്നെ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ വളർന്നു വന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഭാരതം മുതൽ പാകിസ്ഥാൻ അടക്കം അങ്ങനെ കവർ ചെയ്ത് പോയതായിട്ടുള്ള ഭൂപ്രദേശത്തിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ആ സിവിലൈസേഷനിൽ ആദ്യം ഉണ്ടായിരുന്ന തനതായിട്ടുള്ള ഭാരതീയ വംശജര് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ തനതായിട്ടുള്ള മനുഷ്യന്മാരായിട്ട് നമുക്ക് ആരെയും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഫസ്റ്റ് ഒരു ജീവൻ ഉടലെടുത്തതിന് ശേഷം ഈ ജീവൻ പിന്നീട് മനുഷ്യന്മാരായിട്ട് പെരുകി ഏതൊക്കെ ഭാഗത്തൂടെ പോയി എതിലേക്കാണ് വന്നു മറഞ്ഞത് എന്നൊന്നും നമുക്ക് ഈ മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഉള്ള കാര്യമൊന്നും നമുക്ക് ട്രേസ് ബാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ദേശീയവാദം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് കാണാനായിട്ട് സാധിക്കാത്തത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ രാഷ്ട്രത്തിന്റെ അതിർത്തികളെയും അല്ലെങ്കിൽ മതത്തിന്റെ അതിർത്തികളെയും ഒക്കെ വിമർശിക്കാറുള്ളത്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും പ്രകൃതിദത്തമായിട്ട് മനുഷ്യന്റെ വീട് എന്ന് പറയുന്നത് വസുധൈവ കുടുംബകം, അല്ലെങ്കിൽ നമ്മുടെ ലോകമേ തറവാട് ഈ ഭൂമി തന്നെയാണ്. അപ്പൊ ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാരും ഈ ഭൂമിയുടേതാണ്. പല വിഭാഗങ്ങളൊന്നുമില്ല. ചിലപ്പോൾ നിറത്തിൽ വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ ബോഡിയുടെ ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാകാം. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്യന്തികമായിട്ട് മനുഷ്യൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ നേറ്റീവായിട്ടുള്ള ലാൻഡ് എന്ന് പറയുന്നത് ഈ എർത്ത് തന്നെയാണ്. അപ്പോ സുമേറിയൻ സംസ്കാരത്തില് ആദ്യമായിട്ട് മനുഷ്യൻ ഈ പറയുന്ന പ്രകൃതി ശക്തികൾ, അതിന്റെ എല്ലാം മീതെ ഒരു ദൈവികമായിട്ടുള്ള ശക്തിയുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ നേരത്തെ പറഞ്ഞ പോലെ പല ദേവന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ദേവന്മാർക്കൊക്കെ മേലെ ഒരു ശക്തിയുണ്ട്. ഭ്രൂണാവസ്ഥയ്ക്കും അല്ലെങ്കിൽ ജനനവും കൊടുക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കും അപ്പുറത്തേക്ക് അതിശക്തനായിട്ടുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനെ സുമേറിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആ കാലത്തുണ്ടായിരുന്ന മനുഷ്യന്മാര് അനു എന്ന് വിളിക്കുകയാണ്. അനു എന്ന് പറയുന്നതായിട്ടുള്ള ദൈവത്തിനെ മനുഷ്യൻ ആദ്യമായിട്ട് പേരിട്ട് വിളിച്ചതായിട്ട് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ആൻഡ് ദിസ് ഗോഡ്, ഈ അനു എന്ന് പറയുന്ന ദൈവം ഭൂമിയുടെയും അതുപോലെ തന്നെ ആകാശത്തിന്റെയും ദൈവമാണ്. സകല കോസ്മോസിന്റെയും ദൈവമായിട്ട് അനു എന്ന് പറയുന്ന ദൈവത്തിനെ മനുഷ്യൻ കാണാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതനുസരിച്ചിട്ട് അള്ളാഹുവിനും അല്ലെങ്കിൽ യഹോവയ്ക്കും അതിനും മുൻപുണ്ടായിരുന്നതായിട്ടുള്ള ബ്രഹ്മാവിന് മുൻപ് അനു എന്നായിരുന്നു ദൈവത്തിന്റെ പേര് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മലയാളം പേര് അല്ലെങ്കിൽ മലയാളം വാക്ക് കേൾക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ മനുഷ്യന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ദൈവസങ്കല്പം ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഈ സിവിലൈസേഷനിലെ അനു എന്ന് പറയുന്ന ദൈവത്തിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ക്രിസ്ത്യാനിറ്റിയിൽ കാണാനായിട്ട് സാധിക്കും, ഇസ്ലാമിൽ കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഹോവ എന്ന് പറയുന്ന ആ ഒരു ദൈവത്തിന്റെ അവസ്ഥയിലേക്ക് വളരെ സിമിലാരിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബൈബിളിലെ പഴയ നിയമത്തിലേക്ക് പോകുന്ന സമയത്ത് ആദത്തിന്റെയും ഹവ്വയുടെയും കഥയുണ്ട്. അപ്പോൾ അവിടെ യഹോവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കഥ കാണുന്നത്. എന്തു തന്നെയാണെങ്കിലും അതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ യഹോവ ഈ ആദത്തിന്റെയും ഹവ്വയ്ക്കും സമാനമായിട്ടുള്ള കഥകൾ, അദപ്പ, തിറ്റി എന്നൊക്കെയുള്ള രണ്ട് കഥാപാത്രങ്ങളായിട്ട് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ദൈവവുമായിട്ടുള്ള പിണക്കത്തിന്റെയും മറ്റും കഥ നമുക്ക് സുമേറിയൻ സംസ്കാരത്തില് അവിടെ ഒരു വാമൊഴിയായിട്ട് വന്നൊരു കഥ കാണാനായിട്ട് സാധിക്കും. ഈ വാമൊഴിയായിട്ട് വന്ന കഥയാണ് പിന്നീട് ആദം ഈവ് അല്ലെങ്കിൽ ആദവും ഹവ്വയുടെയും കഥ എന്നുള്ള രീതിയിൽ പരിണമിക്കുന്നത്. വാമൊഴിയായിട്ട് വന്ന കാര്യങ്ങൾ തന്നെയാണ് പഴയ നിയമ ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കാലാന്തരത്തിൽ ജനറേഷൻസ് ത്രൂ പല സിവിലൈസേഷൻസിലൂടെ കടന്നിട്ട് ഈ പ്രാചീനമായിട്ടുള്ള നമ്മുടെ പുരാതനമായിട്ടുള്ള പഴയ നിയമ ഗ്രന്ഥത്തിന്റെ കാലത്തിലേക്ക് വരുന്ന സമയത്തേക്കും ഈ കഥ സുമേറിയൻ സ്റ്റോറി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആ കഥ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനു എന്ന് പറയുന്ന ദൈവത്തിന്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ് നമുക്ക് യഹോവ എന്നുള്ള വേറൊരു പേരിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഇസ്ലാം വരുന്നതും ഏക ദൈവത്തിനെ അള്ളാഹ് എന്നുള്ള രീതിയിൽ വിളിക്കാനായിട്ട് തുടങ്ങുന്നതും. അതിന്റെ പിന്നിൽ ആ വാക്ക് ഒറിജിനേറ്റ് ചെയ്തതിന്റെ പിന്നിലൊക്കെ പലവിധ കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തു തന്നെയാണെങ്കിലും അങ്ങനെ ഒരു പേരിലേക്ക് വിളിച്ചു. അതിന്റെ ഇടയിൽ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ ആ ഒരു വരവാണ്. അദ്ദേഹത്തിന്റെ വരവിന് ശേഷം അദ്ദേഹത്തിനെ ഈ യഹോവയുടെ ഒരു പ്രതിരൂപമായിട്ട് കാണുന്ന രീതിയിലേക്ക് മനുഷ്യർ വിശ്വസിക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യൻ ഈ പറയുന്ന പ്രാചീനമായിട്ടുള്ള സംസ്കാരങ്ങൾ അല്ലെങ്കിൽ സിവിലൈസേഷനിൽ നിന്ന് ഒരു ഓർഗനൈസ്ഡ് റിലീജിയൻ എന്നുള്ള അവസ്ഥയിലേക്ക് കാലാന്തരത്തിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മനുഷ്യന്റെ ബുദ്ധിയിൽ തന്നെ പിറന്നതായിട്ടുള്ള പ്രാചീന വനാന്തരങ്ങളിലെ ദൈവം പിന്നീട് പ്രകൃതി ശക്തികളിലെയും അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളിലെയും ദൈവമായിട്ടും അതിന്റെ ഒക്കെ മുകളിൽ മറ്റൊരു ദൈവത്തിനെ അവരോധിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് കാലാന്തരത്തിൽ പലതും നശിച്ചു പോകും, പലതും റിഫോർമേഷൻ സംഭവിക്കും, പലതിലും മാറ്റങ്ങൾ വരും. അങ്ങനെ നിശ്ചയമായിട്ട് സ്ഥിരമായിട്ടുള്ള ഈ മാറ്റത്തിന് പാത്രമായിക്കൊണ്ട് ഈ പറയുന്ന അനു എന്നുള്ള ദൈവം പിന്നീട് യഹോവ എന്നും അള്ളാഹു എന്നും ബ്രഹ്മാവെന്നും ഒക്കെ വിളിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ അനു എന്ന് പറയുന്ന ഗോഡുമായിട്ട് വളരെ കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് വരുന്ന സമയത്തും ഇതിന്റെ ഇൻഫ്ലുവൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി വേദങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ ആര്യന്മാർ വന്ന സമയത്ത് സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലുള്ളതായിട്ടുള്ള വേദങ്ങൾ എന്ന് പറയുന്ന സമയത്ത് മധ്യേഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നോ ഒക്കെ ആയിട്ടുള്ള ഭാഗത്തു നിന്ന് വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഈ ആര്യന്മാരുടെ ആ ഒരു വരവ് പുറത്തു നിന്നാണെന്നുണ്ടെങ്കിൽ രണ്ട് വാദങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ആര്യന്മാര് ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലേക്ക് വന്നു, അതൊരു സമാധാനപരമായിട്ടുള്ള വരവായിട്ടാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന വേദങ്ങളിൽ തീർച്ചയായിട്ടും ഇവർ വന്ന സ്ഥലം എന്ന് പറയുമ്പോൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഇറാഖ്, സിറിയ, അതുപോലെ തന്നെ കുവൈറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ എന്തു തന്നെയാണെങ്കിലും ഇവരെല്ലാവരും തമ്മിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു കാലത്തല്ലെങ്കിൽ മറ്റൊരു കാലത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ പ്രാചീനമായിട്ടുള്ള സിവിലൈസേഷൻസിലൂടെ ദൈവം നമ്മുടെ ഭൂമിയിലേക്കും വരികയാണ്. അല്ലെങ്കിൽ നമ്മുടെ തനതായിട്ട് ആ ഒരു സമയത്ത് നമ്മൾ ആരാധിച്ചു എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിന്റെ തനതായിട്ടുള്ള ദൈവം എന്നുള്ള രീതിയിൽ പറയുന്നത് പ്രോട്ടോശിവ, അല്ലെങ്കിൽ കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുപതി എന്നുള്ള രീതിയിൽ നമുക്ക് ശിവന്റെ ഒരു ഭാവം, അതുപോലെ തന്നെ ലിംഗാരാധന പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പൊ ഇവിടെയും ഒരു ആനിമൽസിന്റെ ഒരു റിഫ്ലക്ഷൻ ശരിക്കും കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി പശുപതി, അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഇപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെയൊക്കെ ദൈവികമായിട്ടുള്ള പരിവേഷത്തോടെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ഒരു ബാക്കി പാത്രം മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പ്രാചീനമായിട്ടുള്ള ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് കാലാന്തരത്തിൽ ദൈവത്തിന് എവല്യൂഷൻ സംഭവിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് വനാന്തരത്തിൽ നിന്ന് സിവിലൈസേഷൻസിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് വന്ന് സിവിലൈസേഷൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവം മനുഷ്യനോടൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ട് പല പേരുകളിൽ, പല രൂപത്തിൽ, പല ഭാവത്തിലേക്ക് മാറുകയാണ്. ആ ഒരു മാറ്റത്തിന്റെ ഒരു അവസ്ഥയിൽ ഇപ്പൊ നമ്മൾ ദൈവത്തിനെ ഒരു കൂട്ടര് അള്ളാഹു എന്ന് വിളിക്കുന്നു, ഒരു കൂട്ടര് ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നു, മറ്റൊരു കൂട്ടര് യഹോവ എന്ന് വിളിക്കുന്നു.
ചിലര് ജീസസ് എന്ന് വിളിക്കുന്നു. അങ്ങനെ പല രീതിയിൽ വന്ന് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിലീജിയൻസിന്റെ കാലഘട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. പുരാതന ഈജിപ്ഷ്യൻ ദൈവങ്ങളായിട്ടുള്ള രാ, അമുൻ എന്നൊക്കെ പറയുന്ന ദൈവങ്ങള് കൃത്യമായിട്ട് വളരെയധികം റിസംബ്ലൻസുകൾ നമുക്ക് അനു എന്ന് പറയുന്ന ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഈ ദൈവങ്ങളെ രൂപപ്പെടുത്തിയതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനുവിനെ പോലെ തന്നെ രായും അമുനും ഒക്കെ ആകാശത്തിനെയും ഭൂമിയെയും അല്ലെങ്കിൽ സൃഷ്ടിയെയും ഒക്കെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ശക്തിയായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ക്രിസ്ത്യാനിറ്റിക്ക് അല്ലെങ്കിൽ ബൈബിളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് യഹൂദ മതമാണ് യഥാർത്ഥത്തിൽ യഹോവ എന്നുള്ള ആ ഒരു പേരിൽ ദൈവത്തിനെ വിളിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വരവിന് ശേഷമാണ് അള്ളാഹു എന്നുള്ള രീതിയിൽ ഏകദൈവ സങ്കല്പം കൂടുതൽ ശക്തമായിട്ട് വരുന്നതും അത് ചില പ്രദേശങ്ങളിലേക്ക് പ്രചരിക്കുന്നതും. ഈ രണ്ട് മതങ്ങളുടെയും വരവോടുകൂടി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ പരസ്പരം സഹകരിച്ചു പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാ മതക്കാരും പിന്നീട് ബ്രഹ്മാവിൽ വിശ്വസിക്കുന്നവരും എല്ലാവരും പരസ്പരം സഹകരിക്കുകയാണ്. അപ്പോ സിവിലൈസേഷൻസിൽ കൂടെ കടന്നു വന്ന സമയത്ത് പല രീതിയിലുള്ള വാമൊഴിയായിട്ട് വന്ന കഥകൾ പിന്നീട് അത് രേഖപ്പെടുത്തി വെച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ കഥകളെല്ലാം കൂടെ മാറി മറിഞ്ഞ് മനുഷ്യൻ പറഞ്ഞും ഒക്കെ വന്ന് മനുഷ്യൻ അവസാനം ഈ കഥകള് അല്ലെങ്കിൽ ഈ വന്ന വഴിയിലൂടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പൊ അനു എന്ന് പറയുന്ന ദൈവത്തിന്റെ ആദ്യമായിട്ടുള്ള ദൈവത്തിന്റെ പേരൊക്കെ മനുഷ്യൻ മറന്നുപോയി. യഹോവയാണ് ആദ്യം തൊട്ടേ സൃഷ്ടിച്ചത് എന്ന് ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു അള്ളാഹു ആണെന്നും മറ്റൊരാൾ പറയുന്നു ബ്രഹ്മാവാണെന്നും. തീർച്ചയായിട്ടും അനു എന്നുള്ള പേരിൽ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. ആത്യന്തികമായിട്ട് ഒരു ശക്തി ഉണ്ട് എന്നുള്ളതിലേക്കാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അതായത് എല്ലാവരും പല പേരിൽ വിളിക്കുന്നതായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്തും പ്രീ ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്തും അതിനു മുൻപുള്ള ഒറിജിന്റെ സമയത്തേക്ക് പോകുന്ന സമയത്ത് പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സയൻസിന്റെ വഴി കൂടെ പോയാലും ചരിത്രകാരന്റെ വഴി കൂടെ പോയാലും ഭക്തിമാർഗത്തിൽ പോയാലും ഒക്കെ ഒരേ സോഴ്സിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അപ്പൊ വേദങ്ങളെക്കാളും പഴക്കമുള്ള സുമേറിയൻ ടെക്സ്റ്റുകളിലെ അനു എന്ന് പറയുന്ന ദൈവം, ആ ഒരു ദൈവത്തിന്റെ ഇൻഫ്ലുവൻസ് മനുഷ്യന്റെ ചരിത്രത്തിലുടനീളം പല പേരുകളിലായിട്ട് മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ആധുനിക കാലത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് പല സംസ്കാരങ്ങളിലും പല പ്രദേശങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ദൈവത്തിന്റെ പേരിൽ മാറ്റം ഉണ്ടായി. ആ ദൈവത്തിനെ കുറിച്ചിട്ടുള്ള വിശ്വാസങ്ങള്, റിച്വൽസ് അതിലൊക്കെ പല രീതിയിൽ കാലാന്തരമായിട്ട് മാറ്റം ഉണ്ടായി. പ്രാകൃതമായിട്ടുള്ള പല വിശ്വാസങ്ങളും അല്ലെങ്കിൽ റിച്വൽസും ഒക്കെ പിന്നീട് മാറ്റപ്പെട്ടു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു. ഇപ്പോഴുള്ള അവസ്ഥകളിൽ പോലും നമ്മൾ ഈ ജനിച്ചതിന് ശേഷം നമ്മുടെയൊക്കെ മതങ്ങളിലേക്ക് തിരിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറുതായിരുന്ന അവസ്ഥയിൽ നിന്നുള്ള രീതിയിലല്ല ഇപ്പോൾ മതപരമായിട്ടുള്ള റിച്വൽസ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 100ഉം 1000ഉം 5000ഉം ഒക്കെ വർഷങ്ങൾ കൊണ്ട് എത്രമാത്രം മാറ്റങ്ങളായിരിക്കും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ വളർച്ചയ്ക്കനുസരിച്ച് ദൈവത്തിനും പരിണാമം സംഭവിക്കുന്നു എന്നുള്ള സമയത്ത് ഈ ദൈവം എന്ന് പറയുന്ന പുറത്ത് കാണുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള പേരിട്ട് വിളിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് റിലീജിയൻസ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ദൈവം എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടി തന്നെയാണ് എന്നുള്ളത് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു ദൈവത്തിനെ കണ്ടെത്തുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൂടുതൽ യുക്തിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ കണ്ടെത്തേണ്ടതായിട്ട് വരും. നമ്മൾ സയൻസിന്റെ വഴിയിലൂടെ നടന്നുകൊണ്ട് നമുക്ക് ദൈവത്തിനെ കണ്ടെത്തേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ നമുക്ക് പല സംസ്കാരങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് താനും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ ഈ പേരുകളിലൊക്കെയാണ് ദൈവത്തിനെ വിളിച്ചിട്ടുള്ളതെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് പറയാത്തതായിട്ടുള്ള പല മെത്തേഡ്സിൽ കൂടെ പല സ്പിരിച്വൽ ടെക്നിക്സിൽ കൂടെ അവന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്ന സമയത്താണ് ദൈവത്തിനെ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചരിത്രം പഠിക്കുന്നതോറും ഒരു മനുഷ്യന് മനസ്സിലാകും, എന്റെ മതം മാത്രമല്ല ശരി, ഈ മതം ഇങ്ങനെ ഉണ്ടായി, മറ്റേ മതം അങ്ങനെ ഉണ്ടായി. അപ്പൊ എല്ലാ മതങ്ങളും ഉണ്ടായത് ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഈ ഒരേ ഒരു ഒഴുക്കിന്റെ ഭാഗമായിട്ടുള്ള പല കൈവഴികൾ മാത്രമാണ് എന്നുള്ളത് മനുഷ്യൻ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് മറ്റു മതങ്ങളെ അംഗീകരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പല രീതിയിൽ ദൈവത്തിനെ വിളിച്ചാലും അതിനെ അംഗീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ ആത്യന്തികമായിട്ട് ദൈവത്തിനെ കൂടുതൽ ബൗദ്ധികമായിട്ട് അന്വേഷിക്കുന്ന സമയത്ത്, ആത്മീയമായിട്ട് അന്വേഷിക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് മതത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മനുഷ്യൻ മാറുക എന്നുള്ളതാണ്. ഒരു വ്യക്തി ഇങ്ങനെ എഴുതിയിരിക്കുന്നതായിട്ട് കണ്ടു, ദൈവത്തിനെ കളിയാക്കരുതേ. അപ്പൊ ദൈവത്തിനെ കളിയാക്കരുതേ എന്ന് പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കുമോ? ദൈവത്തിനെ ഒരാൾ കളിയാക്കുമ്പോൾ ശിക്ഷിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണോ ദൈവം എന്നുള്ളതാണ് ഞാൻ അവിടെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇന്ന മതത്തിൽ കൂടെ ഇങ്ങനെ പോയാൽ മാത്രമേ ദൈവം ഉള്ളൂ എന്ന് പറയുന്ന സംഗതികളൊക്കെ മാറി. മനുഷ്യന് വിദ്യാഭ്യാസം, ചരിത്രബോധം വർദ്ധിക്കുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും മതത്തിന്റെ കെട്ടുപാടുകൾ മാറിപ്പോകും എന്നുള്ളതാണ്. അപ്പൊ മതം എന്ന് പറയുന്ന ചട്ടക്കൂടിനപ്പുറത്തേക്കാണ് ദൈവികമായിട്ടുള്ള ശക്തി എന്ന് മനുഷ്യൻ കണ്ടെത്തും എന്നുള്ളതാണ്. കോസ്മോസില് പ്രപഞ്ചത്തിന്റെ സകല ഭാഗങ്ങളിലും ദൈവികമായിട്ടുള്ള ഊർജം പ്രസരിക്കുന്നു അല്ലെങ്കിൽ
അത് വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ള തിരിച്ചറിവ് മനുഷ്യനുണ്ടാകും എന്നുള്ളതാണ്. അവനവന്റെ ഉള്ളിലേക്ക് തിരിയുന്ന സമയത്ത് ആ ഊർജവുമായിട്ട് താതാത്മ്യപ്പെടാനായിട്ട് സാധിക്കും, ട്യൂണിൻ ആകാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ യൂണിവേഴ്സ് തന്നെ ഒരു മനുഷ്യരൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടും, അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ പ്രപഞ്ചം തന്നെയാണ് ഉള്ളിലേക്ക് നോക്കുന്നതെന്നും നമ്മൾ തന്നെയാണ് പ്രപഞ്ചമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ സിവിലൈസേഷനെ, ഈ കാര്യങ്ങളെ ഞാൻ തള്ളുന്നതല്ല. മനുഷ്യരാശിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ദൈവിക സങ്കല്പത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച്, ദൈവത്തിന്റെ എവല്യൂഷനെ കുറിച്ചും ഭാവിയിലെ ദൈവത്തിനെ കുറിച്ചും പറയുക മാത്രമാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് മനുഷ്യന് ഈ പറയുന്ന മതിൽക്കെട്ടുകൾക്കും വേലികൾക്കും അപ്പുറത്തേക്ക് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് തൽക്കാലത്തേക്ക്. നമസ്തേ.